അപ്പോൾ ഗൈസ് ഇന്ന് 60 ഡേ ഹാർഡ് സ്റ്റഡി ചലഞ്ചിലെ ഡേ 1 ആണ്. ഇപ്പോൾ ഏകദേശം 9 മണി ആവാനായിട്ടുണ്ട്. ഇന്ന് ചെറുതായിട്ട് നേരം വൈകിപ്പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ 5 മണി മുതൽ 7 മണി വരെ റിവിഷനാണ്. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് റിവിഷൻ ഇല്ല. അത് മാത്രമല്ല ഇന്നലെ കിടക്കാൻ നേരം വൈകിപ്പോയി. അതിനോണ്ടാണ് ഇന്ന് നേരം വൈകി ഒരു 7:30 എണീറ്റ്. അപ്പോൾ ഇനി 9 മണിക്ക് സ്ലോട്ട് 1 സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും 8:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 9:30ക്കാണ് സ്ലോട്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലോട്ട് 1 ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, അത് കെമിസ്ട്രിയിൽ ഏതാ സ്ട്രക്ചർ ഓഫ് ആറ്റം പാർട്ട് 1 ആണ്. അപ്പോൾ അത് നോക്കാം. ഞാൻ അത് ആദ്യം ഒന്ന് എഴുതിയിരുന്നത് ഞാൻ നാളെ എഴുതിയായിരുന്നു. അതൊന്നും ഓർമ്മയില്ല. ഒന്നും കൂടി കണ്ടിട്ട് റിവൈസ് ചെയ്യണം. ഇതൊക്കെ പിന്നെ റിവിഷനുള്ള ബുക്കാണ്. എല്ലാം റിവൈസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല ഇതൊന്നും. അപ്പം നേരെ പഠിത്തം തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ ബ്രില്യൻറ്റിലെ ഇതിലാണ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ സ്റ്റുഡൻ്റ് ഐ ഡി പാസ്വേഡ് അടിച്ചെടുക്കണം. ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ലോഗ് ഔട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലോഗ് ഔട്ട് ചെയ്യാം. ഇത് അപ്പോൾ കിട്ടിയിട്ടുണ്ട് ബാച്ച്. ഇനി നമ്മൾ നേരെ വിടാം. ക്ലാസ്സസ് എടുക്കാം. അതിലാണെങ്കിൽ ഏത് കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റം പാർട്ട് 1 ഇതൊക്കെ കണ്ടതാണ്, പക്ഷെ ഓർമ്മയില്ല. അപ്പോൾ അതങ്ങ് കാണാം. ഇതിലിടാ ഹൈപ്പർ ലാബ്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 10 ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചൊക്കെ ബ്രേക്ക് എടുത്തിരുന്നു, ചെറിയ ബ്രേക്ക്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. ഈ സെക്കൻഡ് ചാപ്റ്റർ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർക്ക് കുറച്ചങ്ങ് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതാണ്, ഈ ഒറിജിൻ ഓഫ് ആനോർ റേസും പിന്നെ ഒറിജിൻ ഓഫ് കേതോർ റേസും അധികം മനസ്സിലായില്ല ഇവിടെ. ഒറിജിൻ ഓഫ് കേതോർ റേസ് ബാക്കിയുള്ളതൊക്കെ പിന്നെയും ഇതൊക്കെ പിന്നെ കുറേ വാല്യൂസ് ഉണ്ട്. E/me വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എഴുതി ഒട്ടിക്കണം. ഇനി E/me വാല്യൂ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അതൊക്കെ എഴുതി ഒട്ടിക്കണം. അത് ഒട്ടിക്കാണ്ട് ഇപ്പോൾ ബ്രേക്കാണ്. ഇനി ഒരു 10:40 തുടങ്ങും. എന്തായാലും 1 മണി വരെ ഉണ്ട് ടൈം. ഇനി വെറും 30 മിനിറ്റും കൂടി കാണാനുള്ളൂ. എന്തായാലും തീരും. പിന്നെ അത് ഫുള്ള് ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ ഒരു 1:50 തുടങ്ങാം. ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അതിൻ്റെ ഇടയിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നീറ്റ് പോയി. പിന്നെ അച്ഛനൊക്കെ വന്ന്, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു കടന്നൽ വന്നു ഇവിടെ. എന്നിട്ട് എൻ്റെ കസിനൊക്കെ കുത്തിപ്പോൾ ഓനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കരഞ്ഞിട്ടൊന്നുമില്ല, മഞ്ഞളൊക്കെ തേച്ചിട്ടുണ്ട്. പിന്നെ ഒരു സീൻ കിട്ടി. നമ്മൾ അവിടേക്ക് പേപ്പർ കാണാം. ഇന്നാൾ 1K അടിച്ചതിൻ്റെ ഇതിൽ പേപ്പർ വാരി എറിഞ്ഞിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇപ്പോൾ പേപ്പറാണ്. ഇതിപ്പോൾ എങ്ങനെ എടുക്കാമെന്നറിയില്ല. കുറേ തട്ടിയൊക്കെ നോക്കി കിട്ടുന്നൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കണ്ടോ, ഇവിടെയൊക്കെ കാണാം. ഊതിയിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ്. ഈ ലേണിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 11:20 കഴിഞ്ഞ് 25 ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ 49 മിനിറ്റിൻ്റെ വീഡിയോ 1.5 ലക്സിലൊക്കെ ഇട്ടിട്ട് കണ്ട്. അപ്പോൾ അത് കണ്ട്. ഇനി സ്ലോട്ട് 2 1:50 പക്ഷേ റിവിഷൻ ചെയ്യാണ്ട്. പക്ഷേ ഫോണൊക്കെ ഇപ്പോൾ ചൂടാണ്. അത് വീഡിയോ എടുക്കാൻ ഒന്നും അറിയില്ല, നല്ല ചൂടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് 11:30 മുതൽ 1 മണി വരെ ഇത് ഈ പാർട്ട് തന്നെ ഈ പാർട്ട് 1 തന്നെ നല്ല റിവൈസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ കുറച്ച് കൺഫ്യൂസിങ് ആവേണ്ടത്. അത് കുറച്ച് റിവൈസ് ചെയ്ത് സെറ്റാക്കിയാലേ അങ്ങ് റെഡി ആവുള്ളൂ. പിന്നെ നമ്മൾ ഈ മേശ കാണായോ, കുറച്ചും കൂടി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഈ മേശ ഇനി ഇങ്ങോട്ട് തിരിച്ചിടാൻ പോവാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻ്റ് ഇടുക. ഇങ്ങോട്ട് തിരിച്ചിടാൻ പോകണം. എന്നിട്ട് അപ്പോൾ അങ്ങനെ പഠിക്കുക. അതാകുമ്പോൾ ലൈറ്റും ഉണ്ടാവില്ല അധികം. ഇത് കണ്ണിക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് ഒരുമാതിരി. അപ്പോൾ അങ്ങനെയൊക്കെ പോണ്. ഇപ്പോൾ ബ്രേക്കാണ്. ഇനി വീഡിയോ എടുക്കാൻ ഞാൻ എടുക്കുക. അതിപ്പോൾ ഫോൺ ചൂടായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഗൈസ് 1:55 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിസിക്സ് മോഷൻ പ്ലെയിൻ പാർട്ട് 1 കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാണ്. ഇതെപ്പോഴും ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അതാണ് ചിലപ്പോൾ ആപ്പിലാകുമ്പോൾ പ്രശ്നമില്ല. ആപ്പാണെങ്കിൽ മൊബൈലിലാണുള്ളത്. ഇതുപോലെ ആപ്പിലാണ് ക്ലാസ്സസ്. അപ്പോൾ മോഷൻ പ്ലെയിനിൽ 6 പാർട്ടാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടാണ് കാണുന്നത്. 1 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. അപ്പോൾ കാണാൻ പോവാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെ റിവിഷനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ റിവിഷനൊക്കെ ചെയ്തിരുന്നു. കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റം പാർട്ട് 1 ഒക്കെ റിവൈസൊക്കെ ചെയ്തിരുന്നു. അത്യാവശ്യം ഇനി നാളെ റിവൈസ് ചെയ്യണം രാവിലെ എണീറ്റിട്ട്. ഇപ്പോൾ ഇനി ഇത് കാണാൻ പോവാണ്.
അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 2:55 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് എക്സസൈസും ചെയ്യണം, പിന്നെ ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ബ്രേക്കാണ് ഇപ്പോൾ ഗൈസ്. കുറച്ച് നീണ്ട ബ്രേക്കായി പോയി. മോട്ടറിൽ വെള്ളമില്ലായിട്ട് വെള്ളമടിക്കാനൊക്കെ പോയി, അങ്ങനെയൊക്കെ ബ്രേക്കായി. അപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങാണ്. 6:30 വരെയാണ്. അതിനോട് തീരുവാറില്ല. 1 മണിക്കൂറും 10 മിനിറ്റുണ്ട്. ഈ ക്ലാസ് ഞാൻ ഇതുവരെ കണ്ടില്ല. അതിനോണ്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കും എഴുതിയെടുക്കാനും, പിന്നെ കുറച്ചൊക്കെ ടൈം എടുക്കും. 6:30 ഉള്ളിൽ തീരും നോക്കാം. അല്ലെങ്കിൽ എന്തായാലും 11 മണിക്ക് ഉറങ്ങാനില്ല. എന്തായാലും ഇത് തീർത്തിട്ട് തന്നെ ഉറങ്ങുള്ളൂ, വേറെ വർത്താനമില്ല. അപ്പോൾ തുടങ്ങാണ്. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയിൽ ഇത്തിരി ഹൈപ്പർ ലാപ്സിൽ വെക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടായിട്ട് ഞാൻ ഓഫ് അടിച്ച്. അപ്പോൾ എല്ലാം ഹൈപ്പർ ലാപ്സിൽ വെക്കണ്ടല്ലോ, അത് ചടപ്പായിരിക്കും. ഇപ്പോൾ ഏകദേശം 5:40 ആയിട്ടുണ്ട്. ഇനി ഏകദേശം 36-38 മിനിറ്റ് കൂടി ഉണ്ട്. കുറച്ച് എപ്പത്തിരി ഞാൻ ബ്രേക്ക് എടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം നോക്കുന്നത് എഴുതി ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ടൈം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് 6:30 ഉള്ളിൽ തീരുന്നു തോന്നുന്നില്ല എന്തായാലും. അപ്പോൾ ഇനി രാത്രി ഇതിന് കുറച്ച് ടൈം എടുക്കേണ്ടി വരും. അപ്പം മറ്റേ കുറച്ച് ടൈം കൂടും. അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. വിചാരിച്ച പോലെ തന്നെ പോകുന്നില്ല. ഡേ 1 ആയിട്ടാണ് അങ്ങോട്ട്. ഇനി അങ്ങനെ പോകുമ്പോൾ റെഡി ആയിക്കോളും. നമുക്ക് ഏതോ അങ്കി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അനിയത്തി കിട്ടുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് കറക്റ്റ് 6:30 ആവുന്നതിന് മുന്നേ തന്നെ തീർന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ 1.25x പിന്നെ 1.5x കിട്ടുന്നുണ്ട്. അത്യാവശ്യം അറിയുന്ന വെക്ടേഴ്സിൻ്റെ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച് തന്നെയായിരുന്നു. അത്ര തന്നെ ഉള്ളായിരുന്നു. അത്യാവശ്യം വേറെ പിന്നെ കുറച്ചൊക്കെ സ്പെഷ്യൽ കേസിനൊക്കെ ഉണ്ട്. അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. നമുക്ക് കറക്റ്റ് 6:30 മുന്നേ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇത് ഉച്ചത്തെ സെക്കൻഡ് സ്ലോട്ടിൽ ഫിസിക്സ് മോഷൻ അപ്ലൈൻ പാർട്ട് 1 ആയിരുന്നു. അത് ഇത്രയാണ് ഇത്. ഞാൻ ഇപ്പോൾ ഇവിടെ പാർട്ട് 1 എന്നൊക്കെ ഇടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ആ പാർട്ട് 1 വീഡിയോ എടുത്ത് കണ്ടാൽ മതി. അപ്പോൾ ഇത്രയാണ് നോട്ട് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ഇത്ര നോട്ട്. അപ്പം ഇനി കറക്റ്റ് 7 മണിക്ക് തുടങ്ങും. 7 മണി 7:05 തുടങ്ങും കറക്റ്റ്. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് 7:10 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത് ഇതാണ് സ്ട്രെച്ചർ ഓഫ് ആർട്ട് പാർട്ട് 2 ആണ്. സ്ട്രെച്ചർ ഓഫ് ആർട്ട് പാർട്ട് 2 ആണ് സ്ലോട്ട് 3 നോക്കുന്നത്. 7 മണി തൊട്ട് 11 മണി വരെയാണ്. തീരുന്ന പ്രതീക്ഷ. അത്ര മണിക്കൂർ നോക്കട്ടെ. പിന്നെ ഈ സ്ലോട്ട് 1 സ്ട്രെച്ചർ ഓഫ് ആർട്ടും റിവൈസ് ചെയ്തു. മോഷൻ അപ്ലൈന് ഒരു റിവൈസ് നമ്മൾ ചെയ്തില്ല. ഇങ്ങനെയൊക്കെ തീർത്താണ്. ഇനി നാളെ രാവിലെ അത് റിവൈസ് ചെയ്യണം. 5 മണി തൊട്ട് 7 മണി ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫോണിലാണ് കാണുന്നത്. ലാപ്ടോപ്പ് കുത്തിയിട്ടിരിക്കുകയാണ്. ഇനി ഫോണിൽ കാണുകയാണ്. 7:15 ഇതിൽ കയ്യിലത്രയും പഠിക്കുക. എന്നിട്ട് ബ്രേക്ക് എടുക്കുക. ഹൈപ്പർ ലാപ്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 8:40 ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് എടുക്കണം. ഇനി ഫുഡ് കഴിക്കാൻ ഏകദേശം 1/2 മണിക്കൂർ. അപ്പോൾ ഇനി 9:10 തുടങ്ങും. ഇനി ഏകദേശം 30 മിനിറ്റ് കൊണ്ടുള്ള ക്ലാസ്. എത്രയുണ്ട്? കറക്റ്റ് 30 മിനിറ്റ് കൊണ്ടുള്ള ക്ലാസ്. അത് കഴിഞ്ഞിട്ട് റിവിഷന് ടൈം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 9:25 ആയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ ഗൈസ് 10 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ടിക്കിടണം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ 3 സ്ലോട്ടുകളായിട്ട് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിവിഷൻ ചെയ്യണം ഇത്. അപ്പോൾ നാളെ മുതൽ ഇത് ഈ മാച്ച് തിരിച്ചിട്ടിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. നാളെ ഇനി വീഡിയോ ചിലപ്പോൾ എടുക്കുള്ളൂ, അറിയില്ല. എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട്. അധികം ചാൻസ് ഇല്ല. എടുക്കും. ചിലപ്പോൾ ഷോർട്സ് ആക്കിയിട്ടാണെങ്കിലും വീഡിയോ ഇടാൻ നോക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറഞ്ഞാൽ ഇതൊക്കെ മോട്ടിവേറ്റ് ആവുന്നത് ഇപ്പോൾ ഒരു ഇതായി. അതിനോടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കുറച്ചൊക്കെ പണിയുണ്ട്, നല്ല പണിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഇതുമ്പോൾ വെച്ചിട്ട് ഇതൊന്ന് നല്ല ടൈറ്റായിട്ട് ഫോണിൻ്റെ കവറില്ലെങ്കിൽ സീനാണ്. കവറൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡേ 1 അവിടെ തീരുവാണ്. അത് ഫുള്ള് ശരിയായിട്ടുണ്ട്. എക്സാമിനാറിൻ്റെ കലണ്ടറാണ്. അപ്പോൾ അവിടെ 1-ാം തീയതി ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഏപ്രിൽ 1. ഏപ്രിൽ ഫുൾ ഡേ ആണ്. പറ്റീഷനുണ്ട് അതിനൊക്കെ. പിന്നെ ഇതാ അപ്പോൾ 3 ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ മതിയാവുമെന്ന് പ്രതീക്ഷിക്കുക. ഒരു 1/2 മണിക്കൂറിനും റിവൈസ് ചെയ്യും. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേന് കിട്ടും. നാളെ രാവിലെ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 2 കിട്ടും 9 മണിക്ക്. അപ്പോൾ ഞാൻ റിവൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് 11 മണി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അധികം റിവൈസ് ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ നാളെ ചെയ്യണമല്ലോ. അപ്പോൾ ഡേ 2 സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. എന്താ ഡേ 2 ആദ്യം ഫിസിക്സ് ഗ്രാവിറ്റി പാർട്ട് 1 ഏകദേശം 2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉണ്ടാവും. പിന്നെ രാവിലെ 5 മണിക്ക് 7 മണി വരെ റിവൈസ് ചെയ്യണം. പിന്നെ സ്ലോട്ട് 2 ട്രിഗണോമെട്രി പാർട്ട് 1. പിന്നെ ഇഫ് പാർട്ട് 2 നിർത്തുന്നുണ്ട്. കൈയാണെങ്കിൽ പാർട്ട് 2. അതാണ് 2 ബോക്സ് കൊടുത്തത്. ഇപ്പോൾ ബോക്സ് കൊടുത്തിട്ട് ടിക്കിടാൻ. പിന്നെ കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റം പാർട്ട് 3. അതാണ് സ്ലോട്ട് 3. അപ്പോൾ അങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത്.
അപ്പോൾ സിസ്റ്റി ഡേ ഹാർഡ് സ്റ്റഡി ചലഞ്ചിലെ ഡേ 1 ഇവിടെ പൂർത്തിയാവാണ്. ഇനിയിപ്പോൾ 11 മണിക്ക് ഉറങ്ങണം. അതിൻ്റെ മുന്നേ എഡിറ്റ് ചെയ്ത് തീർക്കണം. പണിയാണ്. കഴിയാറില്ല, എന്തായാലും 11:15 ആവും ചിലപ്പം. അപ്പോൾ 5 മണിക്ക് എന്തായാലും നീക്കണം. നാളെ സെറ്റാക്കണം, റിവൈസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് പഠിക്കുന്നൊക്കെ ഇല്ല, ഫോളോ ചെയ്യുന്നുണ്ടോ ഈ പ്ലാനൊക്കെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 10 മിനിറ്റിൻ്റെ വീഡിയോ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ അതൊക്കെ ടിക്കിടണം, റെഡി, അതൊക്കെ ടിക്കിടണം. അപ്പോൾ അതൊക്കെ ടിക്കിടണം. ഇനിയിപ്പോൾ ഇതാണ് ഒച്ച ഉണ്ടാക്കണത്. മുണ്ടല്ലടി. 10 മണിയായി ഗൈസ്.